ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് അവർ ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു വൈകുന്നേരം കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഒരു വ്ലോഗ് എടുക്കണമെന്ന്. ഞാൻ ഇവിടെ വരുമ്പോൾ അങ്ങനെ വീഡിയോസ് എടുക്കാറില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വൈകുന്നേരത്ത് എല്ലാ വീട്ടിലെയും പോലെ തന്നെ ചായ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരിക്കും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഏട്ടനടുത്തേയും കൂടെ എന്തെങ്കിലും കടി എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്ന് വന്ന് പോയിട്ടുണ്ട്. ഇത് ഇന്നുള്ള പതിവൊന്നും അല്ല കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ വല്ല ഉള്ളിവടയോ പരിപ്പുവടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട് ഇടയ്ക്ക്. ഇന്നിപ്പോൾ ഏട്ടനും ലീവായിരുന്നു, ഏട്ടനൊക്കെ ലീവായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ വൈകുന്നേരമായിട്ട് ചായക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതങ്ങനെ പ്രീ പ്ലാനിങ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ നാളത്തേക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ വൈകുന്നേരം സമയമായിരുന്നു. അപ്പം എന്നാൽ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. എന്താ കിട്ടിയേ അല്ലോ വാവ്, എന്താ വാങ്ങിയേ? വീടല്ലേ പതുക്കെ തരുമോ മേമയ്ക്ക്? ഇല്ലേ, ഇവിടെ ഇരിക്കാൻ പോവാ. മേമയ്ക്ക എന്ത് പറ്റി? താങ്ക് യു. ആ അതെന്താ നോക്ക്. ചായ ഉണ്ടാക്കണ്ടേ? നമുക്ക് ചായ ഉണ്ടാക്കണ്ടേ? വേണ്ട, ചായ വേണ്ട. ചായ ഇഷ്ടല്ല നിങ്ങൾക്ക്? ചായ ഇഷ്ടല്ല? ചായാന്ന് യാദൂസിന് ഇപ്പൊ 2.5 വയസ്സായിട്ടുണ്ട്. യാദു ഇപ്പോഴാണ് കേട്ടോ സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവൻ പലതും പറയുമ്പോ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ചിരിക്കുന്നത് കേട്ടോ. ആദ്യം ഏടത്തേമ്മയ്ക്ക് ചമ്മലായിരുന്നു കേട്ടോ ക്യാമറയും കൊണ്ട് വരുമ്പം. ഇപ്പൊ ഏടത്തേമ്മ ക്യാമറയ്ക്ക് പോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൈസ്, ഇത് നമ്മുടെ വിജയം. ഞാന് ഇവിടെ വന്ന വീഡിയോ എടുക്കാത്ത എന്താന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ വന്ന വീഡിയോ എടുക്കാത്തതിന്റെ കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ മനസ്സിലാവും. ഏടത്തമ്മ ചായക്കുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇന്ന് കുടുംബശ്രീ ഉണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ അവർ കുടുംബശ്രീ കൂടാറ്. അപ്പോൾ ബാക്കി എല്ലാവരും പോയി കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് 2 പേര് മാത്രം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് അച്ഛൻ്റെ കടയാണ്. കടയിൽ ഇരുന്നിട്ടാണ് അവർ കുടുംബശ്രീ കൂടാറ്. അച്ഛനും മോനും കൂടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. യാദൂസിന് ആ കഴിക്കുന്ന സാധനത്തിനേക്കാളും കൂടുതൽ അതിൽ കിട്ടുന്ന സൈഡ് ഡിഷ് ഉണ്ടല്ലോ, നമ്മൾ ചട്നിയോ അല്ലെങ്കിൽ കെച്ചപ്പൊക്കെ കിട്ടുമല്ലോ, അതാണ് കൂടുതൽ ഇഷ്ടം. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കാര്യമായിട്ട് സ്നാക്സ് കഴിക്കുന്നത് കേട്ടോ. കടിച്ചു കഴിക്കും. അങ്ങനെ ചണ്ണേ ഗുഡ് ബോയ്. ഞാൻ സിറ്റ് ഔട്ടിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ചായ തിളച്ചു കേട്ടോ. എഴുത്തമ്മ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും മുന്നിൽ നിന്ന് ആരോ വിളിക്കുന്നത് കേട്ടു. പോയി നോക്കിയപ്പം അച്ഛൻ്റെ അനിയൻ്റെ വൈഫും മക്കളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈക്കിളിൽ പോയതാണ് നന്ദൂട്ടൻ, ഇത് ജിഷമേമ. അപ്പം എത്തി നോക്കിയത് സച്ചു ആണ് കേട്ടോ. അവരുടെ മൂത്ത മോളാണ് നന്ദൂട്ടൻ. ചെറിയ കുട്ടിയാണ് കേട്ടോ. അവരുടെ നടുക്ക് ഒരാളും കൂടെ ഉണ്ട്, മനു എന്ന് പറഞ്ഞിട്ട്. അവൻ വന്നിട്ടില്ല. അപ്പോൾ നന്ദുവിൻ്റെ സൈക്കിൾ കണ്ടിട്ട് ഒരാൾ ഓടി പോവുകയാണ് കേട്ടോ, യാദു. അവന് സൈക്കിൾ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. ആരുടെ സൈക്കിൾ കണ്ടാലും ശരി അവൻ അതിൽ കളിക്കണം, പിടിക്കണം. അത്ര വലിയ സൈക്കിളായാലും അവന് കുഴപ്പമില്ല. വലിയ സൈക്കിളാണ് അവന് ഒന്നുകൂടി ഇഷ്ടം. എന്താ കുഞ്ഞാ കാണിക്കണേ? എന്തിന്? ഞങ്ങളെ നാട്ടിൽ പൊങ്കാളികളാണ്. അന്നെ ഞാൻ വൈറലാക്കി തരാടാ.
ഈ ഷമയും മക്കളും നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു തുണിക്കട ഉണ്ട് കേട്ടോ, അവിടത്തേക്ക് വന്നതായിരുന്നു. അപ്പൊ ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞപ്പോ അവര് തിരിച്ചു വരുമ്പോ വരാന്ന് പറഞ്ഞിട്ട് പോയി കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ചായ കുടിക്കാൻ തുടങ്ങി. ആ ദിവസം എന്റെ റിംഗ് ലൈറ്റും സ്റ്റാൻഡൊക്കെ കണ്ടിട്ട് അവിടെ തന്നെ നിൽക്കായിരുന്നു. അത് ഞങ്ങൾ അധികം പുറത്തിറക്കാറില്ല, കണ്ടു കഴിഞ്ഞാൽ അവനത് കളിക്കാൻ വേണം. അപ്പൊ അത് കണ്ട് കുറച്ചു നേരം അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ചായ എടുത്തോണ്ട് വരുന്ന കണ്ടപ്പോ മോടി പോയി ചായ കുടിച്ചു കേട്ടോ. ഇപ്പൊ നല്ല കുട്ടിയായിട്ട് ചായ ഒക്കെ കുടിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇത് ആറ്റേണ്ടി വരും. പിന്നെ ഞങ്ങള് എന്താ പറയാ പതപ്പിക്കാൻ നോക്കും ചായ. എനിക്ക് തോന്നുന്നു അച്ഛന്റെ കടയിലൊക്കെ പോയിരുന്നു അച്ഛൻ ചെയ്യണതൊക്കെ കണ്ടിട്ടാണോ അങ്ങനെയെന്ന് അറിയില്ല. അവന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ ഗ്ലാസ് 2 കപ്പോ ഗ്ലാസ്സോ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെയാണ് അവന്റെ കളി. അവിടുത്തെ ഒന്നും രസമല്ലോ. അതോ ഒരു മുറിന്റെ അവിടെ ഒരു കസേര കൂടി ഉണ്ട്. ഫസ്റ്റ് യോ കങ്കട് വേണ്ട നമുക്ക് അഭിനയണൊക്കെ ആൾക്കാർ ഇരുന്ന കുഞ്ഞാ ഗുഡ് ബോയ് ആയിട്ട് നീ ആട് വെച്ച് വികിടി കാട്ടി. ഞാൻ നിക്കണോ? എങ്ങോട്ട് എങ്ങോട്ട്? ഞാനല്ല, ചായ കുടിക്കട്ടെ. നീ വീഡിയോ കാട്ടിക്കൊടുത്തു. ഇതാണ് ആ അതെ ഡൽഹി ഞാനോ ഞാനോ വേറെ എടുത്തോണ്ടിരേ, ഇയാള് എടുത്തോണ്ടിരേ, കുഞ്ഞു പോയി എടുത്തോണ്ടിരേ. ആണെങ്കിൽ അച്ചാക്കിനെ പോയി വിളിച്ചോളൂ. അവിടെ ഉണ്ടോ? എന്നായിരുന്നോ? തിൻ്റെതാട്ടോ. ചൂട് ചൂട് കുഞ്ഞിന് എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോയിലിടാത്തത് ഗൈസ്? ഒരു ചായ കുടിക്കണമെങ്കിലുള്ള സ്ട്രഗിളിങ്സ് കണ്ടില്ലേ? ഞാടപ്പാ ഞാതോ അപ്പ കുട്ടികൾ അങ്ങനെ ചെയ്യാട്ടോ. ഇവിടെ ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. എന്താ അത്? എന്തമ്മ അത്? ചിച്ച ചിച്ച എങ്ങനെ നോക്കി ചിച്ച
എന്തെങ്കിലും ഇളക്കിയെടുക്കാൻ പറ്റിയതുണ്ടോ നോക്കുവാണോ ചിച്ച വീഴല്ലോ പതുക്കെ. പിന്നെ കുറച്ചു നേരം യാദൂസിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. നല്ല 2-3 പിക്ക് കിട്ടി. ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് സച്ചുവും ജിഷമേമയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ക്യാമറയും പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും സച്ചു ഓടി രക്ഷപ്പെട്ടു. അവർക്ക് ചായ ഇടാന്ന് പറഞ്ഞപ്പം ചായ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പച്ചമാങ്ങ ഉണ്ടായിരുന്നു, പച്ചമാങ്ങ ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചു. നല്ല കേട്ടോ പച്ചമാങ്ങ ജ്യൂസ്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് പഞ്ചസാര ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അത് പോയി. എവിടെ ഫസ്റ്റ് ഓടി കഴിച്ചില്ലായോ? ആണോ? ഒന്നുകൂടി അടിക്കണം. ഫസ്റ്റ് ഇവിടെ എന്താ അവിടെ എന്റെ അമ്മ കേട്ടോ അതവിടെ ഉണ്ട്. ഞാൻ മേമ കുട്ടിക്കുന്ന ജൂച്ച് കുഴപ്പമില്ല. എന്തായിരുന്നു ഇപ്പൊ എന്റെ കുട്ടിയപ്പോ ഓളൊരു ജ്യൂസ് അതിനാണല്ലോ ഇപ്പൊ ഇത്ര നേരം ഇരുന്നത്. കുടിച്ചോന് വേണ്ടിയില്ല ഈ കുടിച്ചോ. ഞങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ നന്ദു പോയിട്ട് ആ കമ്പിയിലൊന്ന് തൂങ്ങിയതാണ് കേട്ടോ. അപ്പോൾ യാതൊരു പോയി കാലേ തൂങ്ങി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവൻ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ തൂങ്ങുന്നതും എവിടെയെങ്കിലുമൊക്കെ വലിഞ്ഞു കയറുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ആ കാലേ കയറി ഇരിക്കാൻ നോക്കുകയാണേ. അവൻ ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അപ്പം അമ്മ കയറ്റി കൊടുത്തപ്പം നല്ല ഇഷ്ടമായി. പിന്നെ നന്ദുവിനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു വീണ്ടും വീണ്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അമ്മ യാദുവിനെ പുറത്തിറക്കാൻ നോക്കിയിട്ട് അവൻ പിടി വിടുന്നുണ്ടായിരുന്നില്ല കാലിൽ നിന്ന്. മുറുക്കെ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നന്ദു കുഴങ്ങിന്ന് പറഞ്ഞിട്ടും അവൻ വിടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു പ്ലാനിങ് ഉണ്ടായി. അമ്മ വെറുതെ പുഴ കാണാൻ പോവല്ലേ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പുഴ എന്നുള്ളത് മാറ്റിയിട്ട് ഏട്ടൻ പറഞ്ഞു വാണിയമ്പലം പാറയിൽ പോവാം, അവിടെ ഭയങ്കര കാറ്റൊക്കെയാണ് ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് അച്ഛൻ വന്നു കേട്ടോ. അച്ഛൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ അച്ഛന് ചായ ഇട്ട് കൊടുത്തിട്ട് പോവാമെന്നും പറഞ്ഞിട്ട് അച്ഛനുള്ള ചായ എടുക്കുകയാണെങ്കിൽ അച്ഛൻ കട്ടൻ ചായ കുടിക്കുള്ളൂ കേട്ടോ. അങ്ങനെ അച്ഛന് ചായ കൊടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ തന്നെ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 6:30 ആവാറായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പം. യാദുവും ഞാനും അമ്മയും ഏടത്തമ്മയും ഉണ്ണിയേട്ടനും നന്ദുവും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ 6 പേരും കൂടെയാണ് പോകുന്നത്. ഞങ്ങൾ ഡ്രസ്സ് മാറി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അടുത്ത് തന്നെ അല്ലേ എന്ന് പറഞ്ഞിട്ട് നിന്ന നിപ്പിലാണ് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പം എല്ലാവരും പറയായിരുന്നു മുഖമൊക്കെ ആകെ ഒരുമാതിരി ഉണ്ട് എന്ന്. നമ്മള് പുഴയിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ എന്താ പറയാ, ഇടയ്ക്ക് തീരുമാനം മാറി. ഇവിടെ ഒരു വാണിയമ്പലം പാറ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലമാണ്. ശരിക്കും വലിയൊരു പാറയുടെ മുകളില് എന്താ അവിടെ പോയി വൈകിട്ടൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ ആകെ ഒരു വട്ടം അവിടെ പോയിട്ടുള്ളൂ കേട്ടോ. ഏട്ടൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷവും അതിന് മുന്നേയും പോയിട്ടില്ല.
അപ്പോ വൈകിട്ട് അവിടെ പോയിരിക്കാൻ നല്ല രസമാണ്, കാറ്റൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ പോണേ. അവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പുറത്ത് കൂടെ ഇറങ്ങി ചാടിക്കൊണ്ടോ. ഒരു ഓറഞ്ച് നല്ല കാറ്റുണ്ടല്ലേ. എന്നാ മറ്റേ ഇത് കാണായിരുന്നു, സൺസെറ്റ്. സ്റ്റാൻഡ് എടുത്താൽ മതി, നമുക്കും ഫോട്ടോ എടുക്കാം എല്ലാവർക്കും കൂടി. ഞാൻ പോയില്ല ഇതുവരെ കുരിശുമല. ഒരു പ്രാവശ്യം ഞാനും എണ്ണും കൂടെ പകുതി കല്യാണം കഴിയുന്നതിന് കുറെ മുന്നേ പകുതി വരെ പോയിട്ട് തിരിച്ചു പോകും. എന്താ അറിയില്ല, നേരം വൈകുന്നു പറഞ്ഞിട്ട്. എന്തോ നോക്കി നടക്കണേ. എങ്ങടെ പോണോ പൊന്ന? പറ പറ. ഇതിന്റെ മണ്ടയില് കോളോ? ഇവിടെ എങ്ങനെയാണ് കേട്ടോ കാണാനുള്ളത്. വലിയൊരു പാറയാണ്. വലിയ പാറ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പാറയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഒരു അമ്പലം ഉണ്ട്. അവിടെ ബോർഡ് ഉണ്ടായിരുന്നു, അമ്പലം ആവശ്യത്തിനായിട്ട് വരാത്തവർ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വരരുത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. അമ്പലത്തിൽ പോകണം എന്നുള്ളൊരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട്, വേറൊന്നുമല്ല, എല്ലാവർക്കും പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ആർക്കും തല നനച്ച് കുളിക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ആണ് അമ്പലത്തിൽ കയറാണ്ടിരുന്നത് കേട്ടോ. പിന്നെ നന്ദു കുളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അമ്മയും നന്ദുവും കൂടെ അങ്ങോട്ട് പോയി ജസ്റ്റ് തൊഴുതിട്ട് വന്നു കേട്ടോ. പുറത്ത് നിന്ന് തൊഴുതിട്ട് വന്നായിരുന്നേ. എന്തിനാണ് എങ്ങടാ കുഞ്ഞാ? നല്ല രസമുണ്ടല്ലേ? മുടി നോക്ക്. ഷെൽഫല്ല, ഞാൻ കാണിക്കുന്ന കണ്ടിട്ടാ. ഇപ്പൊ തന്നെ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാം. ഒരു 18-16 വയസ്സാകുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് ചാനൽ തുടങ്ങിക്കോളൂ. അതോ ഫോട്ടോ എടുത്തു കഴിഞ്ഞു. യാതൊരു ഹായ് പഞ്ഞേ, ഹായ് പഞ്ഞേ, ഹായ് പറ.
ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലം. ഇതൊരു ദേവീ ക്ഷേത്രമാണ്. ഇതിന്റെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഇത് വലിയൊരു പാറയല്ലേ, അപ്പോൾ ഈ അമ്പലത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുക്കാൻ ഇവിടെ ജോലി ചെയ്തിരുന്ന നമ്പൂതിരി താഴെ എവിടുന്നോ ആണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഒരുപാട് നടന്ന് ക്ഷീണിച്ച് ഒരു ദിവസം ദേഷ്യം വന്ന് നമ്പൂതിരി കയ്യിലുണ്ടായിരുന്ന ചട്ടകം വെച്ച് ഒരു ഏറെറിഞ്ഞുന്ന്. ആ ചട്ടകം ചെന്ന് വീണ പാറപ്പുറത്ത് ഒരു കുഴി രൂപപ്പെടുകയും ആ കുഴിയിൽ വെള്ളം ഇപ്പോഴും ഉണ്ട് കേട്ടോ, വറ്റാണ്ട്. അപ്പോൾ ഇതാണ് ഐതിഹ്യം. അന്ന് നമ്പൂതിരി ദേഷ്യത്തോടെ എറിഞ്ഞ കുഴിയാണത്. ഇത്രയും വലിയ പാറയുടെ മുകളിൽ ഒരിക്കലും പറ്റാത്തൊരു കുളം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ് കേട്ടോ. ഞാൻ ഒരിക്കൽ തൊഴാൻ പോയപ്പോൾ എനിക്ക് ഏട്ടൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അമ്പലത്തിലേക്ക് കയറാത്തത് കൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി ഒരിക്കൽ പോകുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ ആ കുളം കൂടെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. കാറ്റ് കാരണം പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഈവനിങ് എന്താ പറയാ ഇതാണ്. ഞാൻ കുറെ നാളായിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് ഇവിടെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്ട്. നല്ല കാറ്റുണ്ട്. കാറ്റ് കാരണം പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ. ടാറ്റ പറഞ്ഞാലോ. ബൈ ബൈ.